നാട്ടിൽ ലോ ആൻഡ് ഓർഡർ ഇല്ല. പിണറായി സർക്കാർ വന്ന ഉടനെ പോലീസ് തെണ്ടികളായിപ്പോയി, പോലീസ് മറ്റേ വാലാട്ടി പട്ടിയായി, ആനയായി, ചേനയായി എന്നൊക്കെ പറയുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ട്. കോൺഗ്രസ് വരുമ്പോൾ ഇവർ പറയും, ഇവരുള്ളപ്പോൾ അവർ പറയും. ഈഗോയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പോലീസിൽ ആ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ഉള്ള ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഇന്നലെ ഒരു വലിയൊരു സംഭവം സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ലേഡീനെ കൊണ്ടുവന്ന് ഇരുത്തി, രാത്രി മൊത്തം അവിടെ ഇരുത്തി. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ അവിടെ കുളിമുറിയിൽ കക്കൂസിൻ്റെ അവിടെ ഉണ്ട്, അവിടെ പോയി ബക്കറ്റിലെടുത്ത് കുടിച്ചോ എന്നങ്ങാണ്ട് പറഞ്ഞു എന്നൊക്കെയാണ് പുള്ളിക്കാരി പോയിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു എന്നാണ് കേട്ടത്. ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു. ആ വീട്ടിൽ 2.5 പവൻ്റെ എങ്ങാണ്ട് സ്വർണ്ണമാല കാണാതെയായി. 2.5 പവൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ റേറ്റിന് വലിയ സംഭവമാണ്. 1 ഗ്രാം എന്ന് പറയുമ്പോൾ 9,000 10,000 അല്ലേ, അങ്ങനെ കണ്ട, എനിക്കറിയില്ല കറക്റ്റ്. എന്താണേലും പണ്ട് മുതലേ ഉള്ളൊരു സ്ട്രാറ്റജിയാണ് പോലീസിൻ്റെ. കുറച്ച് കറുത്തിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇങ്ങനെ തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കുന്ന ആൾ, അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഈ ക്വാളിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ പോയി കഴിഞ്ഞു. പിന്നെ ചെരുപ്പ്, നല്ല ചെരുപ്പാണോ ഇട്ടിരിക്കുന്നത്, പിന്നെ കയ്യിലുള്ള മൊബൈൽ പിന്നെ ആർപ്പാട്ടമായിട്ടാണ് കണക്കാക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെരുപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഡ്രസ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർ മാന്യന്മാർ, അല്ലെങ്കിൽ അവർ അക്യൂസ്ഡ് നമ്പർ 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ചെയിന് പൊട്ടിക്കുന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് എനിക്ക് ക്ലിക്കായത് ആ ഒരു സിനിമയാണ്. അതിൽ ഇതുപോലെ ഒരു വീട്ടുജോലിക്കാരി ഉണ്ടായിരുന്നെങ്കിൽ ഉടനെ അവളെ കണക്ട് ചെയ്തേനെ. ആക്ഷൻ ഹീറോ ബിജുവിൽ കാണിക്കുന്നുണ്ട്. വീട്ടുജോലിക്കാരിയെ ഉടനെ കണക്ട് ചെയ്യുക എന്നുള്ളത് പഴയൊരു തന്ത്രമാണ്, ഒരു കുതന്ത്രമാണ് സംഭവം. പക്ഷേ എന്നാലും അത് വർക്കൗട്ടാവും. പോലീസിനെ ഫുള്ളായിട്ട് കുറ്റം പറയാനും പറ്റില്ല. ചില കാര്യങ്ങളിൽ പോലീസിൽ ചില ഏമന്മാരുണ്ട്, അവർ ഭയങ്കര ബുദ്ധിമാന്മാരാണ്. ഞാൻ പണ്ട് കണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു വീട്ടിൽ കളവ് നടന്നു. തുണിയും ഇതൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. പോലീസ് നായ വന്നു. അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ പോലീസുകാർ എന്തോ ഒരു സംഭവം മണത്തറിഞ്ഞു. പോലീസ് നായ മണത്തറിഞ്ഞില്ല, പക്ഷേ പോലീസുകാർ എന്തോ ഒരു സംഭവം അവർ ഡിറ്റക്റ്റീവ് മൈൻഡോടെ കൂടെ അവർ പിടിച്ചെടുത്തു. അതായത് ഇവർ പറയുന്ന സംഭവം മൊത്തം കള്ളമാണ്, ഇവിടെ കളവൊന്നും പോയിട്ടില്ല, ഇവർ തന്നെ ഇത് ഡിസൈൻ ചെയ്തതാണ് എന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ പിടിച്ചെടുത്തു. അവരെ കുറേ തെറി വിളിച്ചു, അവർക്കെതിരെ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞ് അതങ്ങനെ എന്തോ സോൾവായി. എന്തായെന്ന് എനിക്കറിയില്ല, കാരണം അത് കഴിഞ്ഞ് ഫുള്ള് നിഗൂഢതയാണ്. ഇപ്പോൾ പക്ഷേ ഈ സംഭവിച്ചിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഈ പോലീസുകാർ ചെയ്ത ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലിരുത്തി രാത്രി, ഭർത്താവില്ലാതെ. ഭർത്താവിൻ്റെ ഒപ്പം ഇരുത്തി 2 സ്ത്രീ പോലീസുകാർ, വനിതാ പോലീസുകാർ 2 പേരുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവിടെ അതൊന്നും സംഭവിച്ചില്ല. അതൊക്കെ സംഭവിക്കാതെ ഈ സ്ത്രീയെ മാത്രം പിടിച്ചിരുത്തി. പിന്നെ അവർക്ക് എന്തോ മാനസികമായിട്ടുള്ള ടോർച്ചറൊക്കെ കൊടുത്തു. നീയൊക്കെ ഇവിടുന്ന് സ്ഥലം വിട്ട് പൊക്കോണം എന്നൊക്കെ പറഞ്ഞു. മാല കിട്ടിക്കഴിഞ്ഞിട്ടും മാല കിട്ടി എന്നൊരു വാക്കൊന്നും അവരോട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ ഫുൾ ന്യൂസ് കവറേജ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. എന്താല്ലേ, ഭയങ്കര സംഭവമാണ്. ഇതൊക്കെയാണ് ഈ മറ്റേ വിനായകനൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്, ഈ വേടനും മാടനൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത് ഇതൊക്കെയാണ്. അവൻ കറുത്തതായതുകൊണ്ടല്ലേ ആ പെണ്ണിനെ പിടിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇതൊക്കെയാണ്. എന്തിനാ ഇങ്ങനെ കുറേ പോലീസുകാരുണ്ട് നമ്മുടെ നാട്ടിലല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഈ മണ്ടന്മാരെന്ന് പറഞ്ഞാൽ ഒന്ന് ജോലി കയറി കഴിയുമ്പോൾ ആ ഒരു കൊങ്ക്. ഒരുപാട് നല്ല പോലീസുകാരുണ്ട്, ഒരുപാട്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു മറ്റേ വീഡിയോ കണ്ടായിരുന്നു. മാവേലിക്കരയും കണ്ടുള്ള ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, അവരൊരു ചെറിയ ഈ കൈ കാല് ഇതൊന്നുമില്ല, നടക്കാൻ പറ്റാത്ത ഒരു പുള്ളി, ഒരു ലോട്ടറിയൊക്കെ വിൽക്കുന്ന ഒരാൾ, അനിൽ കുമാറോ അനീഷോ എങ്ങാണ്ടാണ് പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ നടന്നില്ല, സമയമില്ല. ആ പുള്ളിക്ക് ആ വണ്ടിയൊക്കെ റെഡിയാക്കി കൊടുത്തു. ആ പുള്ളിക്ക് ദിവസവും കുറേ ലോട്ടറിയൊക്കെ ഇവർ തന്നെ എടുത്ത് സഹായിക്കുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുള്ള ഇതൊക്കെ ഞാൻ കേട്ടിട്ട് അപ്പോഴും ഞാൻ ആലോചിച്ചു, ഇതിപ്പോൾ നല്ലതൊക്കെ കേൾക്കുന്നുണ്ട്. എവിടെയെങ്കിലൊക്കെ ഏതെങ്കിലും 2 അണ്ണന്മാർ എന്തെങ്കിലും പണി ഒപ്പിക്കും. എന്നിട്ട് ഉള്ള ആൾക്കാർ മൊത്തം പോലീസിൻ്റെ തലയിൽ കയറിയിരുന്ന് അപ്പിയിട്ട്, കുറച്ച് നാൾ മുമ്പേ കണ്ടതല്ലേ, ഇതേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഫൈൻ അടിക്കുന്നു. ഫൈൻ അടിക്കുമ്പോൾ അവരുടെ വെഹിക്കിളിന്, അവരുടെ വണ്ടിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. അത് ഒരുത്തൻ വീഡിയോ എടുത്ത്, അത് ഭയങ്കര വിവാദമാണ്. പിന്നെ അവിടെ കിടന്ന് വാശിയാണ്. പിന്നെ അതങ്ങ് സമ്മതിച്ച് അങ്ങ് പോയാൽ മതി. പക്ഷേ അത് സമ്മതിക്കാനുള്ള ഈഗോ പ്രശ്നമുണ്ടല്ലോ, ഈഗോയാണ്
ഏറ്റവും വലിയ പ്രശ്നം. ഈ പോലീസിൽ ആ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ഉള്ള ഒരു വലിയൊരു പ്രശ്നമാണ്. തുടരും സിനിമയിൽ നമ്മൾ കണ്ടതാണ് ഈഗോ. അല്ലെങ്കിൽ എവിടാ നമ്മുടെ അയ്യപ്പനും കോശിയും അതിൽ. പക്ഷേ ഇവനും ഈഗോയുണ്ട്, അവനും ഈഗോയുണ്ട്. തുടരും കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈഗോ ഇല്ലാതെ പോലീസുകാർക്ക് ഈഗോ ഇല്ലാതായി കഴിഞ്ഞാൽ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര ഒരു സംഭവമായിരിക്കും എന്നാണ് എൻ്റെ ഒരു. ഇപ്പോഴും സംഭവം തന്നെയാണ്, വലിയൊരു സംഭവമായിരിക്കും ഇതിനേക്കാട്ടിലും. ഒരുപാട് നമ്മുടെ ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിനകത്ത് നമ്മുടെ നിവിൻ പോളി ഡയലോഗ് ഡെലിവറി, ഞാൻ പോലീസുകാരനാണ് പള്ളിയിലച്ഛനല്ല എന്ന് പറയുന്ന ആ ഡയലോഗ് ഉണ്ടല്ലോ, ആ അടിപൊളി ഒരു സംഭവം. ഇവിടെ പോലീസ് ഉള്ളതുകൊണ്ടും പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ നല്ല ഇടി കിട്ടുമെന്നുള്ള പേടിയുള്ളതുകൊണ്ടും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഡയലോഗ്, പക്ഷേ ഇതുപോലൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ മര്യാദയ്ക്ക് കിടന്നുറങ്ങുന്നത്. നാട്ടിൽ ലോ ആൻഡ് ഓർഡർ ഇല്ല. പിണറായി സർക്കാർ വന്ന ഉടനെ പോലീസ് തെണ്ടികളായിപ്പോയി, പോലീസ് മറ്റേ വാലാട്ടി പട്ടിയായി, ആനയായി, ചേനയായി എന്നൊക്കെ പറയുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ട്. കോൺഗ്രസ് വരുമ്പോൾ ഇവർ പറയും, ഇവരുള്ളപ്പോൾ അവർ പറയും. പക്ഷേ പോലീസ് എന്ന് പറയുന്നത് എന്നും പോലീസാണ്. അതാണ് എൻ്റെ ഒരു വിശ്വാസം. അവരിൽ നല്ല ഒരു പെർസെൻറ്റേജ് ആൾക്കാർ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നത്. അല്ലെങ്കിൽ റോഡിൽ രാത്രിയിൽ അല്ലെങ്കിൽ പകലിൽ പോലും വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്നത്. ഈ ലോ ആൻഡ് ഓർഡർ പോയി ഇത് ഇവിടെ ഒരു നിയമവും പാലിക്കുന്നില്ല, ഇവിടെ ഫുൾ ഇതാണ് അതാണ് എന്നൊക്കെ പറയുന്ന ഈ ആൾക്കാരുണ്ടല്ലോ. ഒറ്റ ഒരു ഇൻസിഡൻസ് ഞാൻ പറയാം. ഇൻസിഡൻസ്. ഈ റോഡിൽ പോലീസുകാർ ചെക്കിങ് നടത്തും. ട്രാഫിക് പോലീസ്, അല്ലെങ്കിൽ ഈ മറ്റേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ സാധാരണ പോലീസ്, ക്രൈം പോലീസ്, ഇങ്ങനെ പല പോലീസുകാരും ചെക്കിംഗ് ഒക്കെ നടത്തും. റോഡിൽ രാത്രിയിൽ പകലിൽ എന്നല്ല, അവർ റോഡിൽ ഇങ്ങനെ നിന്നിട്ട് കൈ കാണിക്കും, വണ്ടികൾ നിർത്തും, അവർ ചെക്ക് ചെയ്യും, പോകാൻ പറയും. ലോ ആൻഡ് ഓർഡർ ഇല്ലെങ്കിലുണ്ടല്ലോ ഈ പോലീസുകാരൻ കൈ കാണിക്കാൻ പറ്റില്ല. പോലീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പോലീസുകാർക്ക് റോഡിൽ നിന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ നേരെ വന്ന് കയറ്റിയിട്ട് അവനങ്ങ് പോകും, അല്ലെങ്കിൽ അവനെ പിടിച്ച് ജയിലിലിടും. പക്ഷേ ഈ പോലീസുകാരൻ ഹോസ്പിറ്റലിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ 2-3 ഇൻസ്റ്റൻസ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർ കൈ കാണിക്കാൻ പേടിക്കും, ഈ ചെക്കിങ്ങിന് ഇറങ്ങാൻ തന്നെ പേടിക്കും. അതാണ് ലോ ആൻഡ് ഓർഡർ ഇല്ലാത്ത സ്ഥലം. ഈ ചുമ്മാ വന്നിട്ട് ലോ ആൻഡ് ഓർഡർ ഇല്ല ഇവിടെ മറ്റേ അതാണ് ഇതുപോലത്തെ 1-2 തെറ്റുകളൊക്കെ എല്ലാ സ്റ്റേറ്റിലും പറ്റുമെന്നേ. ഇതിപ്പോൾ ഒരു സ്ത്രീയെ വിളിച്ചു, അത് ഈഗോ ആണ്. സ്ത്രീയെ വിളിച്ചു, ആ കംപ്ലയിൻറ്റ് കൊടുത്ത സ്ത്രീനെ ഇവർക്ക് അറിയാമായിരിക്കും, ആ കുടുംബത്തെ അറിയാമായിരിക്കും. അപ്പോൾ അവർ വന്ന് കംപ്ലയിൻറ്റ് കൊടുത്തു, അവർ ഡീസൻ്റാണ്, ഇത് ചിലപ്പം ഈ SI പുതിയ ആളായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അല്ലാതെ എല്ലാ പോലീസുകാരും മറ്റേ സാധാരണക്കാരനെ ഇട്ട് പണി കൊടുക്കാൻ നിൽക്കുകയാണ്, സാധാരണക്കാരനെ ചവിട്ടി അരയ്ക്കാൻ നിൽക്കുകയാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടല്ലോ. അത് വളരെ മോശമാണ്. പോലീസ് ഇല്ലെങ്കിൽ നമ്മളില്ല.